എല്ലാവരും ഇങ്ങോട്ട് നോക്കി. നിങ്ങളുടെ തന്നെ മാധ്യമ പ്രവർത്തകർ കൊടുത്ത റിപ്പോർട്ട് എന്താ? ഇവിടെ ഇടുക്കിയിലെ എല്ലാ ഡാമും തകർന്നു എന്ന രീതിയിൽ നിങ്ങൾ വാർത്തകൾ കൊടുത്തത്. അതെങ്ങനെയാണ് അങ്ങനെ ഒരു വാർത്ത കൊടുക്കുന്ന രീതി? ഓ ഏമാനായിരുന്നോ? സ്ഥലമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. നിങ്ങളുടെ ആളുകൾ മാധ്യമ പ്രവർത്തകർ വിടുന്ന പോസ്റ്റ് കഴിഞ്ഞ കൗണ്ടർ പോയിന്റിൽ താങ്കൾക്ക് എത്ര തവണ നാക്ക് പിഴച്ചു എന്നുള്ളതിന്റെ റെക്കോർഡ് നമുക്ക് ഇപ്പോൾ എടുക്കാൻ കഴിയും. നാക്ക് പിഴയ്ക്കുന്നത് മനസ്സിലാകാത്ത ആളാണ് ശ്രീ ഷംസീർ എന്ന് ഞാൻ കരുതുന്നില്ല. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയും അങ്ങനെയാണ് എന്ന് കേരളത്തിൽ ആരും കരുതില്ല. അത്യാവശ്യം പകതിരിവൊക്കെയുള്ള ആളുകളല്ലേ MLA-യും പ്രസ് സെക്രട്ടറിയും ഒക്കെ ആകുന്നത് ശ്രീ ഷംസീർ. അതൊരു സ്ലിപ്പ് ഓഫ് ദ ടങ് ആയി എന്ന് നിങ്ങൾ എങ്ങനെ തീരുമാനിക്കും ശ്രീ ഷംസീർ? എന്ന് നിങ്ങൾ എങ്ങനെ തീരുമാനിക്കും? കേരളത്തിലെ 5 ഡാമുകൾ തകർന്നു എന്ന് കേരളത്തിന്റെ ഉള്ളിലുള്ള രാഷ്ട്രീയം കൊണ്ട് ആരാണ് പറയുക ശ്രീ ഷംസീർ? ഏത് അടിസ്ഥാനത്തിലാണ് താങ്കൾ അങ്ങനെ ഒരു ആരോപണം നടത്തുന്നത്? അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? അടിസ്ഥാനത്തിലാണ് ശ്രീ ഷംസീർ അങ്ങനെ പറയുന്നത്? കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ കശുവണ്ടി പ്രോട്ടോകോൾ പ്രകാരം എന്ന് പറഞ്ഞു. താങ്കൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. എല്ലാ ദിവസവും വാർത്താ സമ്മേളനത്തിൽ ശ്രീ ഷംസീർ, എല്ലാ ദിവസവും വാർത്താ സമ്മേളനത്തിൽ എത്ര തവണ നേതാക്കൾക്ക് വാക്ക് പിഴയ്ക്കാറുണ്ട്, നാക്ക് പിഴയ്ക്കാറുണ്ട്, സംസാരിക്കുമ്പോൾ നാക്ക് പിഴയ്ക്കാറുണ്ട്. നിങ്ങൾ ഇത്രയും കുൽസിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എങ്ങനെയാണ്? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. 5 ഡാമുകൾ തകർന്നു എന്ന്. അപ്പോൾ താഴെ എഴുതി കാണിക്കുന്നുണ്ട് 5 ഡാമുകൾ തുറന്നു എന്ന്. ഇതേ വാർത്താ അവതാരക തന്നെയാണ് 1 മിനിറ്റ് കഴിഞ്ഞ് ഈ വാർത്ത വിശദീകരിച്ച് കൃത്യമായി വായിക്കുന്നത്. ഒരു പ്രേക്ഷകന് പോലും അതിൽ എന്താണ് സംഭവിച്ചത് എന്ന് അവ്യക്തത ഇല്ലാതിരിക്കെ അവർക്കെതിരെ ഈ വീഡിയോ ക്ലിപ്പ് കട്ട് ചെയ്ത് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി സോഷ്യൽ മീഡിയയിലൂടെ കൊണ്ടുവന്ന് പ്രചരിപ്പിച്ച് സൈബർ അറ്റാക്കിന് ആഹ്വാനം ചെയ്യുകയല്ലേ ചെയ്തത് ശ്രീ ഷംസീർ? ഉളുപ്പുണ്ടടാ ചക്കണക്ക്. എന്നിട്ട് ഇവിടെ വന്ന് താങ്കൾ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് എങ്ങനെയാണ്? എന്നിട്ട് അതേ സമയം തന്നെ അവർക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങളോടൊന്നും യോജിപ്പില്ല എന്ന് പറയുന്നു. ഇത്രയും ഇരട്ടത്താപ്പ് കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഈ സമൂഹത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുക?